നമസ്കാരം പ്രിയമുള്ളവരെ. നമ്മുടെ ഇന്നത്തെ യാത്ര മനോഹരമായ സൂര്യകാന്തി പാടത്തേക്കായാലോ? ഇളം തെന്നലിൽ ഇങ്ങനെ ഇളകിച്ചിരിച്ചും മധു നുകരാൻ വരുന്നവർക്ക് സന്തോഷമോടെ വിരുന്നൊരുക്കിയും അതിഥികളായി എത്തുന്ന കാഴ്ചക്കാരുടെ മനം കുളിർപ്പിച്ചും വിടർന്നു പരിലസിക്കുന്നൊരു സൂര്യകാന്തിപ്പാടമുണ്ട് നമ്മുടെ തിരുവനന്തപുരത്ത്. സൂര്യകാന്തിപ്പാടത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ ഇനി മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊന്നും പോകേണ്ട. തുമ്പ സെൻറ്റ് സേവിയേഴ്സ് കോളേജ് കോമ്പൗണ്ടിൽ നമുക്കായിതാ ആരവം 2025 പുഷ്പ കാർഷിക മേള ഒരുക്കിയിരിക്കുകയാണ്. ആരവം 2025 എന്നത് വെറുമൊരു പുഷ്പ കാർഷിക മേളയല്ല. നമ്മുടെ നാട് കാണേണ്ട, നമ്മൾ മാതൃകയാക്കേണ്ട ഒരുപാട് ആശയങ്ങളുടെ പ്രതീകമാണത്. അറബിക്കടലിനരികെ പൂഴിമണ്ണിൽ തരിശായി കിടന്ന ഒരിടത്ത് വർണ്ണവസന്തമൊരുക്കാം എന്ന തിരിച്ചറിവിൻ്റെ ഒരു വലിയ പാഠം. സൂര്യകാന്തി പൂക്കൾ മാത്രമല്ല ഇവിടെ, പല നിറത്തിലുള്ള പല തരത്തിലുള്ള ചെണ്ടുമല്ലിയും വാടാമുല്ലയും ചീരയും ക്യാപ്സിക്കവും എന്ന് വേണ്ട പൂക്കളും ഫലവർഗ്ഗങ്ങളും പച്ചക്കറികളും എല്ലാം ചേർന്ന ഒരു വർണ്ണവസന്തം. വീട്ടുകാർ മാത്രമല്ല, സ്കൂളിൽ നിന്ന് കുട്ടിക്കുറുമ്പുകളും സൂര്യകാന്തിയുടെ വശ്യസൗന്ദര്യം കാണാനായി എത്തുന്നുണ്ട്. തങ്ങളെ ആരും തുടരുത് എന്ന ബോർഡ് കണ്ടിട്ടാവണം ഈ കുഞ്ഞു സുന്ദരി തെല്ല അഹങ്കാരത്തോടെയാണ്. ഇളങ്കാറ്റിൽ ഉലയുന്ന കുഞ്ഞിതളുകളാൽ ഓരോരുത്തരും നമ്മളെ അവരുടെ അരികിലേക്ക് മാടി വിളിക്കുകയാണ്. ചിലരാണെങ്കിലോ സുന്ദരമായ ഇതളുകൾ കൊഴിച്ച് തങ്ങൾ പാകപ്പെട്ടു എന്ന മുന്നറിയിപ്പുമായി നിൽക്കുകയാണ്. സെപ്റ്റംബർ 15 വരെയാണ് ഈ വർണ്ണവസന്തം കാഴ്ചക്കാർക്കായി തുറന്നു കൊടുത്തിട്ടുള്ളത്. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ നമുക്ക് ഈ വർണ്ണവിസ്മയം ആസ്വദിക്കാനാകും. പുതുതലമുറയ്ക്ക് കൃഷിരീതികളും കാർഷികോപകരണങ്ങളും പരിചയപ്പെടുത്തുക എന്ന വലിയൊരു ലക്ഷ്യം കൂടി ഈ സംരംഭത്തിന് പിന്നിലുണ്ട്.
മധുബനെ അന്നമൂട്ടുന്ന സുന്ദരിക്കരികിൽ നിന്നും ഇനി നമുക്ക് നമ്മുടെ അന്നവിശേഷം ഒന്ന് കണ്ടാലോ. കതിരിട്ട് നിൽക്കുന്ന മനോഹരമായ നെൽപ്പാടം. നെൽപ്പാടത്തിനരികിൽ വെള്ളം തേകാനായി ചക്രവും അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് കൗതുകത്തോടെ നോക്കി നിൽക്കുന്ന കുഞ്ഞുമക്കളും. നെൽച്ചെടി പോലും കണ്ടിട്ടില്ലാത്ത നമ്മുടെ മക്കൾക്ക് ഈ ചക്രവും വെള്ളം തേകലുമെല്ലാം അത്ഭുത കാഴ്ചകളാണെന്ന് പറയേണ്ടതില്ലല്ലോ. കാലുകൊണ്ട് ചക്രം കറക്കാൻ കഴിയില്ലെങ്കിൽ എന്താ, കൈകൊണ്ടാവാമല്ലോ എന്ന സന്തോഷത്തിലാണ് ഒരുവൾ. നെൽകൃഷി മാത്രമല്ല ഇവിടെ. വെള്ളരിയും ചോളവും പലതരം പാവലും പടവലവും പീച്ചിങ്ങയും പലതരം മത്തങ്ങകളുമുണ്ട്. ചോളം ചെടികൾക്കിടയിൽ പാകമായി കിടക്കുന്ന കുഞ്ഞു തണ്ണിമത്തനുകൾ. കാർഷിക വൈവിധ്യത്തിലൂടെ മനസ്സും ശരീരവും ഒരുപോലെ നിറച്ച യുവ കർഷകൻ ശ്രീ സുജിത്ത്. കോർപ്പറേറ്റ് ജോലി ഉപേക്ഷിച്ച് കാർഷിക മേഖലയിലേക്ക് തിരിഞ്ഞ അദ്ദേഹം 8 വയസ്സുകാരനായ തൻ്റെ മകൻ ആരവിനെ കുട്ടി കർഷകനാക്കുകയും ചെയ്തു. നോ യുവർ ഫുഡ്, വിഷരഹിത ഭക്ഷണം തുടങ്ങിയ ആശയങ്ങൾ മാത്രമല്ല, തരിശു ഭൂമിയിലെയും പൂഴിമണ്ണിലെയും മികച്ച കൃഷിരീതികൾ പരിചയപ്പെടാൻ വിദേശ സംഘങ്ങൾ അദ്ദേഹത്തെ സമീപിച്ചിട്ടുണ്ട്. കൃഷി വെറും കൃഷിയല്ലെന്നും വിനോദവും വിജ്ഞാനവും പകരുന്ന മികച്ചൊരു സംരംഭമാണെന്നും കാട്ടിത്തരുന്ന ഈ വസന്തത്തിൻ്റെ വർണ്ണം വിസ്മയം കാണാൻ തീർച്ചയായും നിങ്ങളും എത്തില്ലേ. അങ്ങനെയെങ്കിൽ പൂപ്പാടത്തിനൊട്ടും അകലെയല്ലാത്ത അറബിക്കടലിൽ തഴുകിയ ശേഷമാകാം നമ്മുടെ അടുത്ത യാത്ര.